ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്റ്റൈലിഷ് ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. എക്സൽ, ഡബിൾ എക്സൽ ഒക്കെ ആ ഒരു സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടിയ ഒരു ഓർഡറാണ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ കട്ടിങ്, ഈ മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇടണമെന്ന്. അതുപോലെ ഒത്തിരി പേര് നോർമൽ നമ്മുടെ മെഷീനിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ അതും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും ആദ്യം കട്ടിങ് കൂടെ കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ. അപ്പം ഇത് ഈ നൈറ്റി ബിറ്റ് നമുക്ക് നോർമലായിട്ട് നൈറ്റി ബിറ്റ് വരുന്നത് ഇതുപോലെ വീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ നീളത്തിൽ മടക്കിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഇടുന്നത്. പക്ഷേ നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നീളത്തിൽ ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ മുഴുവനായിട്ട് മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അത് മടക്കിയിടാം. അപ്പം നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കിട്ടാനായിട്ടാണ്. നോർമൽ എല്ലാ നൈറ്റിയിലും നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിച്ച് നമുക്കത് മടക്കിയിടാം. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അടയാളപ്പെടുത്താൻ നിൽക്കുന്ന വശം മടക്കമുള്ള വശം, ഓപ്പോസിറ്റ് വശം ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള വശമാണ്. അപ്പോൾ താഴ്ഭാഗം നമുക്ക് എപ്പോഴും എല്ലാ നൈറ്റിയുടെയും അടിഭാഗം ഒരു ലെവലില്ലാതെയാണ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഏത് നൈറ്റി സ്റ്റിച്ച് ചെയ്താലും ഇതുപോലെ നമുക്കൊന്ന് ഒരു ലൈൻ വരച്ച് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മോഡൽ നൈറ്റിക്ക് ബാക്ക് എ ലൈനും ഫ്രണ്ട് പ്ലേറ്റഡുമാണ് വരുന്നത്. ഫ്രണ്ടിൽ യോക്ക് പോർഷനും കൂടെ വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ബാക്ക് പോർഷനാണ് വെട്ടിമാറ്റുന്നത്. എ ലൈൻ മോഡലാണ് വെട്ടിമാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ഫുള്ളെന്ന് പറഞ്ഞാൽ മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ എത്ര ഇറക്കം കിട്ടും എന്നൊന്ന് നോക്കാം. എനിക്കിവിടെ 58 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആൾ ഇച്ചിരി ഇറക്കം കൂടുതൽ വേണം, 50 വേണമെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം പൊക്കമുള്ള ആളാണ്. അപ്പം ഞാനിവിടെ 50 + 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് 52. പുറകിൽ നമുക്ക് 2 ഇഞ്ച് ഇട്ടാൽ മതി. ബാക്ക് പോർഷൻ ആയതുകൊണ്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുള്ളൂ. അപ്പോൾ 52 ഇഞ്ച് അടിഭാഗത്തുനിന്ന് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നടുക്ക് ഭാഗം സ്ലീവിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ തുണി എപ്പോഴും ലാഭിച്ച് വേണം, ശ്രദ്ധിച്ച് വേണം വെട്ടിയെടുക്കാനായിട്ട്. എന്നിട്ട് നേരെ 52 ഇഞ്ച് അടയാളപ്പെടുത്തി നേരെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ലൈനിൽ കൂടി ഒന്ന് മടക്കി അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ എനിക്ക് 52 ഇഞ്ചിൽ ഞാൻ ബാക്ക് പോർഷൻ വെട്ടാനായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ വെട്ടുന്നത് നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ഒക്കെ ഡബിൾ എക്സൽ സൈസിലും ഷോൾഡർ ഭാഗമൊക്കെ ഒരു എക്സൽ സൈസിലുമാണ്. ആൾ എക്സലാണ്, പക്ഷേ ലൂസായിട്ട് വേണം, കുറച്ച് ലൂസായിട്ട് വേണം, ഒരു ഡബിൾ എക്സലിൽ തയ്ച്ചോളാനാണ് പറഞ്ഞത്. 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച്. അപ്പോൾ നമുക്ക് എക്സലിന് ഒരു 7 ഇഞ്ചൊക്കെ മതിയാവും. 7.5 ഇഞ്ചാകുമ്പോൾ കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കും. അപ്പം നമ്മൾ സാധാ നൈറ്റി ആണെങ്കിൽ 7.5 ഇഞ്ച് എടുക്കാം. ഇത് നമുക്ക് 7 ഇഞ്ച് മതിയാകും കേട്ടോ. ഫ്രോക്ക് നൈറ്റിക്ക് 7 ഇഞ്ച് ഷോൾഡർ മതി. അപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്തിയത് അവിടെ നിന്ന് താഴേക്ക് ഒരു 7 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത് തന്നെയാണ് താഴോട്ട് എടുക്കുന്നത്. നമ്മുടെ ആം ഹോൾ ലൈൻ എന്ന് പറയും. അതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ താഴത്തെ പോർഷനിൽ നിന്നും കൂടെ ഞാൻ 7 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തതാണ് കേട്ടോ, വേറൊന്നും അല്ല. അപ്പോൾ 2.25 നമ്മൾ നെക്ക് വിഡ്ത്തും 7 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഡെപ്ത്ത്, നമ്മുടെ ബാക്ക് നെക്കാണ് 3.5 ഇഞ്ചാണ് ഞാൻ എല്ലാത്തിലും എടുക്കാറ്. സാധാരണ നൈറ്റിക്കും ഇങ്ങനെയുള്ള ഫ്രോക്ക് നൈറ്റിക്കൊക്കെ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് റൗണ്ടിൽ ഷേപ്പാക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ആം ഹോളിൻ്റെ ലൈൻ്റെ അവിടെ നമ്മളിതുപോലെ അവിടെ നിന്ന് എനിക്ക് 11 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് 11 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. 1.5 ഇഞ്ചും കൂടെ കൂട്ടി 12.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമില്ലേ, ഷോൾഡറും ആം ഹോളിൻ്റെ ലൈനും കൂടെ വരച്ചേക്കുന്ന അവിടെ ആം ഹോളിൻ്റെ ലൈനിൽ മേളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒരു ചെറിയ ചെരിച്ചൊന്ന് ഷോൾഡറിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാവേ. എന്നിട്ട് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് താഴേക്ക് നമ്മുടെ ആ ആം ഹോളിൻ്റെ ലൈന് എത്രയുണ്ടെന്ന് നോക്കണം. എനിക്കിവിടെ 6.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതിൻ്റെ നേർപകുതി 3.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആം ഹോളിൽ കർവ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് 14 ഇഞ്ചും ഹിപ്പിൻ്റെ ലെങ്ത് 20 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അത് അത്യാവശ്യം പൊക്കമുള്ളവർക്കൊക്കെ ഏകദേശം ഈ സൈസൊക്കെ തന്നെയാണ്. വേസ്റ്റ് ലെങ്ത് എന്തായാലും 14ആണ്. അപ്പം പൊക്കം കുറഞ്ഞ ആളാണ് ഒരു 19.5 ഹിപ്പ് ലെങ്ത് എടുത്താൽ മതി. അപ്പം 14 ഇഞ്ച് വേസ്റ്റ് ലെങ്തും ഹിപ്പിൻ്റെ ലെങ്ത് 20 ഇഞ്ചുമാണ്. ഇനി വേസ്റ്റിൻ്റെ
വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എനിക്കിവിടെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 10.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹിപ്പിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഹിപ്പ് എനിക്ക് 12 ഇഞ്ചാണ് വരുന്നത്, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അതും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയ അതിൽ കൂടെ ആ പോയിൻ്റിൽ കൂടെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക്, അവിടെ നിന്ന് ഹിപ്പിലേക്ക് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ താഴേക്ക് നമ്മൾ കറക്റ്റ് ലെങ്ത് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ താഴത്തെ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റിയൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇനി താഴത്തെ ഭാഗത്ത് നമുക്ക് അടിഭാഗത്ത് ആ സൈഡിൽ നിന്ന് അപ്പോൾ ഓപ്പൺ ആയ വശത്തു നിന്ന് അതിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കണം. എന്താണെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ആ സൈഡ് പോർഷൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ വരച്ചേക്കുന്ന ആ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2 ഭാഗം കൂടെ കൂട്ടി വെച്ച് കട്ട് ചെയ്യരുത്. നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാനുള്ളത് തുണിയാണ് അടിയിൽ മടക്കി ഇട്ടിരിക്കുന്നത്. അതും കൂടെ കൂട്ടി കട്ട് ചെയ്യരുത്. ഒരു കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പോർഷൻ പൊക്കി പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുള്ളേ. അപ്പോൾ ഇന്ന് തന്നെയാണ് ഇത് കട്ട് ചെയ്തത്. പെട്ടെന്നാണ് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ചെയ്തത്. എല്ലാവരും ഒത്തിരി ദിവസങ്ങളായി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തിരക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും തിരക്കാണ്, എങ്കിലും ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഉടനെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. വളരെ ഷോർട്ടാക്കിയാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ഷോൾഡർ ഇങ്ങനെ നമുക്ക് ചെരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഒന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വേസ്റ്റ് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാവേ. നമുക്കവിടെ ടൈ വെച്ച് കൊടുക്കാനുള്ളതാണ്. അത് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഹിപ്പിലും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷനോടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ ബാക്ക് പോർഷനേക്കാളും എളുപ്പമാണ് ഫ്രണ്ട് ചെയ്യാനായിട്ട്. ഒത്തിരി അടയാളപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ടോട്ടൽ ലെങ്ത് എനിക്ക് 50 ആണെന്ന് പറഞ്ഞല്ലോ. നമുക്കൊരു 3 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. 3 or 4 ഇഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുണി ഉള്ളതനുസരിച്ച് ഇപ്പം 46 ഇഞ്ചൊക്കെ ഇറക്കം മതിയെങ്കിൽ കുഴപ്പമില്ല, 4 ഇഞ്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി ഇറക്കം കൂടുതലാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ തുണി ഒട്ടും ഇല്ലാഞ്ഞിട്ടാണ് 3 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 53 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ മണ്ടത്തരം കാണിക്കരുത്, കട്ട് ചെയ്ത് മാറ്റരുത്. ഞാൻ ഓർക്കാതെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. സ്ലീവിന് നല്ലപോലെ തുണി കിട്ടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ 2.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തു, 7 ഇഞ്ച് ഷോൾഡർ കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 6 ഇഞ്ചൊക്കെ കിട്ടുകയുള്ളൂ. 6.5 ഇഞ്ച് കൊടുത്താൽ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിടാം. ഞാനിവിടെ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് റൗണ്ടാണ് വേണമെങ്കിൽ അത് അടയാളപ്പെടുത്തിയിടണം. അപ്പോൾ 7 ഇഞ്ച് താഴേക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡർ 7 എടുത്തു, താഴേക്കും 7 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പം മറ്റേതുപോലെ തന്നെ ചെസ്റ്റ് 11 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തെ മെഷർമെൻറ്റ്സ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഇത്രയും മെഷർമെൻറ്റ്സ് മാത്രം മതി. അപ്പോൾ ബാക്ക് പോർഷൻ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് താഴ്ത്തി നമുക്ക് ഷോൾഡറിലേക്ക് ഒരു ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ നേർപകുതി, ആ ലൈനിൻ്റെ നേർപകുതി നോക്കിയിട്ട് അടയാളപ്പെടുത്തി ഇവിടെ ഒന്ന് കുഴിച്ച് വേണം കൈക്കുഴി വെട്ടാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് കുറച്ച് കുഴിഞ്ഞ് നിൽക്കണം. ഒത്തിരി അങ്ങ് കുഴിയണ്ട, മറ്റേതിനേക്കാളും കുറച്ചൊന്ന് താന്ന് നിന്നാൽ മതി. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ച്. അപ്പോൾ അത്യാവശ്യം പൊക്കമുള്ളവർക്കൊക്കെ 11 ഇഞ്ച് മതി. ഇനി മീഡിയം സൈസിലൊക്കെ ഒത്തിരി പൊക്കമില്ലാത്ത ആളാണെങ്കിൽ 9+1 തയ്യൽ തുമ്പ് ഇട്ട് 10 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ നേരെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്കൊരു വര, മടക്ക് വശത്ത് നമ്മൾ 11 ഇഞ്ച് അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തും കൂടെ 11 ഇഞ്ച് അടയാളപ്പെടുത്തി നോക്കിയിട്ട് നേരെ വരച്ചെടുക്കണം. അപ്പം ചെരിഞ്ഞ് പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച്, ഈ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ചെരിച്ച് ആ ലൈനിലേക്ക് വരച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വരുമ്പം ആ ഭാഗം, സൈഡ് ഭാഗം നമുക്കിങ്ങനെ ഇറങ്ങി ഇരിക്കരുത്, അതിനാണ് കേട്ടോ.
ഇനി നമുക്ക് ആ ലൈൻ നേരെ അങ്ങ് വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗമാണ്. അപ്പോൾ പ്ലീറ്റ്സിന് വേണ്ടി അവിടെ ജോയിൻ ചെയ്ത് പോകുക. അതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് എടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി നടുക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇടുന്നത് നടുഭാഗം അറിയാൻ വേണ്ടി 2ൻ്റെ നടുഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് യോക്കും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെട്ടുവാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടിംഗ് ആണ് നമുക്ക് ഉള്ളത്. കണ്ടോ, ഇതുപോലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇങ്ങനെ ഇരിക്കും. സൈഡിലാണ് ആ വർക്ക് വരുന്നത്, നടുക്ക് പ്ലെയിൻ ആയിരിക്കും. ഇനി ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴിയുടെ ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് അളന്ന് നോക്കണം എത്രയുണ്ടെന്ന്. ഫുള്ള് നമ്മൾ എനിക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. നമ്മുടെ തയ്യെടുത്തുമ്പോൾ കൂടെ കൂട്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടി നമ്മുടെ നടുക്ക് ഭാഗത്ത് മിച്ചം വന്ന തുണിയൊന്ന് മടക്കിയിടാം, 2ആയിട്ട് മടക്കിയിടാം. അതായത് കണ്ടോ, ഞാൻ വെട്ടി മാറ്റിക്കൊണ്ടിരുന്ന താഴത്തെ പോർഷന് കണ്ടോ അത്രയും തുണി കുറവാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് അളന്നെടുത്തിട്ട് വെട്ടി മാറ്റരുതെന്നതാണ് ഞാൻ പറയുന്നത്. നമുക്ക് അവിടെയും കൂടെ ഇതുപോലെ നമുക്ക് തുണി കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് മടക്ക് വശം, മറ്റേത് ഓപ്പൺ ആയിട്ടുള്ള വശം കേട്ടോ. തേരുവശമായതുകൊണ്ട് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഞാൻ മടക്കി അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. നോർമൽ സ്ലീവ് ലെങ്ത് ആണ് 7 ഇഞ്ച്. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ 11 ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടിയത്. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു 1/2 ഇഞ്ച് വ്യത്യാസം വരുന്നുള്ളൂ 11 ഇഞ്ചിന്. അപ്പോൾ നമുക്കിത് 11 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ആ ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് കണ്ടോ നമ്മുടെ വീതിക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. 11 ഇഞ്ച് ഇവിടെയിട്ട് 3 ഇഞ്ച് കണ്ടോ. ഇനി അത് നമുക്കൊരു സ്കെയിൽ വെച്ച് ചെരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ ഇനി നമുക്ക് അതിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് 8 ഇഞ്ചാണ് ഞാൻ നോർമൽ കൊടുക്കാറ്. 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ സ്ലീവിൻ്റെ ആ രീതിക്കൊന്ന് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. ഇത്രേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇനി സ്ലീവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കണം. സ്ലീവ് നമ്മൾ യോജിപ്പിക്കുമ്പോൾ അറിയാൻ വേണ്ടി കേട്ടോ, നടുഭാഗം അറിയാൻ വേണ്ടി അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷൻ ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ സ്ക്വയർ നെക്ക് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ക്രോസ് പീസ് വെക്കാതെ ഇതുപോലെ ചെയ്താലാണ് നമുക്ക് സ്ക്വയർ നെക്ക് നന്നായിട്ട് ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ മടക്കമുള്ള വശത്തേക്ക് നമ്മുടെ നെക്ക് നമ്മളെങ്ങനെയാണ് വെട്ടിയെടുത്ത് അതുപോലെ തന്നെ മടക്കി എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കും മടക്കി ഇട്ടിട്ട് ഇതുപോലെ ആ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടോ, ഇനി ഇതുപോലെ കുറച്ചൊരു വീതിക്ക് ഒരു 2 ഇഞ്ച് അത്ര നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ, ഒത്തിരി വീതിയൊന്നും വേണ്ട. അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ആ നെക്കിലേക്ക് തന്നെ വെച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിനുള്ളത് എടുക്കണം. ഇതുപോലെ ക്രോസ് പീസ് നമ്മുടെ വലിക്കുമ്പോൾ ഇതുപോലെ വലിയുന്ന പീസ് നമുക്കിതുപോലെ ചെരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് നേരെ സാധാരണ തുണി എടുത്ത് ഇങ്ങനെ വലിക്കുമ്പം വലിയത്തില്ലല്ലോ, ചെരിച്ച് പിടിച്ച് വലിക്കുമ്പം ആ വലിയുന്ന അതിനാണ് ക്രോസ് പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു അളവിനൊക്കെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം. അപ്പം സ്ഥിരം വെട്ടുന്നവരാകുമ്പോൾ നമ്മളൊരു ഉദ്ദേശത്തിൽ അങ്ങ് വെട്ടുകയുള്ളൂ. അല്ലാത്തൊരു അളന്ന് പെർഫെക്റ്റ് ആകാൻ വേണ്ടി അളന്ന് ഇതുപോലെ വെട്ടി മാറ്റാം. പുറകെ ബാക്ക് നെക്കിന് അധികം ഇറക്കമില്ലാത്തതുകൊണ്ട് ആ ഒരു പീസ് മതിയാകും. ഇനി നമുക്ക് ടൈക്കുള്ളത് ഇതുപോലെ കണ്ടോ, നമ്മൾ സൈഡിൽ നിന്നുള്ള പോർഷൻ ബാക്കി തുണിയാണ്, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ 2 ദിവസത്തിനകം എന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ ഇടും. അപ്പോൾ സ്പീഡ് കൂടിപ്പോയെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ശിവ ബൈ വൃന്ദ എന്നാണ് പേര്. അതിലേക്ക് വന്ന് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നുണ്ട്. നോർമൽ മെഷീനിലാണ് ചെയ്യുന്നത്. അപ്പം ആരും മിസ് ചെയ്യരുത്. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫുള്ളായിട്ട് കണ്ടിട്ടേ ഡൗട്ട് ചോദിക്കാവുള്ളൂ. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മാത്രം. അത് നമ്മൾ ഓടിച്ച് വിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.